എന്തിനേയും രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ ബി സർക്കാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായും കൂട്ടിക്കെട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവാക്കി ഇരുത്തിയിരിക്കുകയാണ് അവിടെ. ഇനിയും നാടുതോറും അലഞ്ഞു നടന്ന് വിവരക്കേടുകൾ പുലമ്പി കോൺഗ്രസ് പാർട്ടിയെ തകർക്കാതിരിക്കാനാണ് ഈ സീറ്റിൽ പിടിച്ചിരുത്തിയത്. എന്നിട്ടും വിടുവായത്തരവും മണ്ടത്തരം പറച്ചിലും കൊണ്ട് രാഹുൽ അതിവേഗം ബഹുദൂരം മറ്റു കോൺഗ്രസ് നേതാക്കളെ പിന്തള്ളിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇൻഡിഗോയ്ക്കുണ്ടായ പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പം തന്നെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പ്രതി ചേർക്കാനായിരുന്നു രാഹുലിൻ്റെ നീക്കം. അതിന് മുളയിലെ നുള്ളി രാഹുലിന് അർഹിക്കുന്ന മറുപടി തന്നെ നൽകിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. കേന്ദ്ര സർക്കാരിൻ്റെ കുത്തക മാതൃകയാണ് ഇൻഡിഗോ പ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നായിരുന്നു രാഹുൽ ഗാന്ധി പുലമ്പിയത്. ഇൻഡിഗോയുടെ പരാജയം സർക്കാരിൻ്റെ കുത്തക മാതൃകയ്ക്ക് സാധാരണക്കാരായ ഇന്ത്യക്കാർ നൽകേണ്ടി വരുന്ന വിലയാണെന്നും രാഹുൽ എക്സ്പോസ്റ്റിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി വായിൽ തോന്നിയത് പറയരുതെന്നും പൂർണ്ണ വിവരങ്ങളോടെ സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്നുമാണ് നായിഡു ചുട്ട മറുപടി നൽകി വൈറലായത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും പൊതുജനങ്ങളുടെ വിഷയമാണെന്നും റാം മോഹൻ നായിഡു രാഹുലിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഗതികേടിലുമായി. മറ്റു കോൺഗ്രസ് നേതാക്കളോട് രാഹുലിനുള്ള തിരിധാരണകൾ പറഞ്ഞു കൊടുക്കാനും കേന്ദ്ര വ്യോമയാന മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് വിമാനയാത്രയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യമെന്നും തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന അതേ ചിലവിൽ വിമാനയാത്രയാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയതെന്നും നായിഡു ഓർമ്മിപ്പിച്ചു. വ്യോമയാന മേഖലയിൽ കൂടുതൽ മത്സരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ലീസിംഗ് ചെലവുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും കേന്ദ്രം നിയമനിർമ്മാണം നടത്തി. അതിനാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ കമ്പനികൾക്ക് പ്രവേശിക്കാൻ ഇതൊരു അവസരമായി. സർക്കാരും ആഗ്രഹിക്കുന്നത് ഒന്നല്ല അതിൽ കൂടുതൽ സ്വകാര്യ ഓപ്പറേറ്റർമാർ വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പൂർണ്ണമായ വിവരങ്ങളോടെ സംസാരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് നായിഡു തൽക്കാലത്തേക്ക് നിർത്തുന്നു. വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്കും ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതിലേക്കും നയിച്ച ഇൻഡിഗോ പ്രതിസന്ധിക്ക് സർക്കാർ ഉത്തരവാദിയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. ജീവനക്കാരുടെ കുറവ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡിഗോ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇത് രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ കുടുക്കിലാക്കുകയും ചെയ്തു. അതിന് കാരണം പക്ഷേ കേന്ദ്ര സർക്കാർ ഒന്നുമല്ല. യാഥാർത്ഥത്തിൽ ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ കഴിഞ്ഞ ജനുവരിയിൽ ചില മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുകയും അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇൻഡിഗോയ്ക്ക് അവരുടെ ജീവനക്കാരെ ഈ പുതുക്കിയ പട്ടിക അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. ഇത് പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുകയും ചെയ്യുകയായിരുന്നു. കേന്ദ്ര സർക്കാർ കർശനമായി ഇടപെട്ടതോടെ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോയ്ക്ക് രാജ്യത്തെ ആഭ്യന്തര വിമാന യാത്രക്കാരെ സേവിക്കാൻ പൂർണ്ണമായും സാധിച്ചില്ലെങ്കിൽ പുതിയ ഓപ്പറേറ്റർമാരെ കേന്ദ്രം കൊണ്ടുവരും. മത്സര മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ എല്ലാ മേഖലകളിലും മുൻഗണന നൽകുന്നത് എന്നുകൂടി ഓർക്കണം.